ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം 28-ാം തിരുവചനത്തിൽ ദൈവത്തിന് ദൂതനായ ഗബ്രിയേൽ മറിയത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അവൾ വളരെ അസ്വസ്ഥയായി. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്തെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ വീണ്ടും അവളോട് പറയുന്നുണ്ട്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവമായ കർത്താവ് അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് നൽകും. അവൻ യാക്കോബിൻ്റെ ഭവനത്തിന് മേൽ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇത് കേട്ടപ്പോൾ മറിയം പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. തുടർന്ന് പറയുന്നത്, അവൻ ദൈവപുത്രൻ, പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ലോർഡ്. ആദ്യമേ മറിയത്തോട് ദൂതൻ പറഞ്ഞത് ഇപ്രകാരമാണ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി, ദൈവം നിന്നോടുകൂടെ. രണ്ടാമതായി പറയുന്നത്, അവൾ അഭിവാദനത്തെ അർത്ഥമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂതൻ പറയുകയാണ്, മറിയമേ നീ ഭയപ്പെടേണ്ട. മറിയമേ നീ ഭയപ്പെടേണ്ട. എന്നിട്ടാണ് തുടർന്ന് പറയുന്നത്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നുള്ള മറിയത്തിൻ്റെ വാക്കിന് മറുപടിയായിട്ട് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചർച്ചക്കാരിയായ വൃദ്ധിയായ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയായ അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മറിയത്തോട് ദൂതൻ പറഞ്ഞ വാക്കുകൾ മറിയം ഹൃദയത്തിൽ ഏറ്റെടുത്ത് അവൾ ഭയപ്പെടാതെ അവൾ പറയുന്ന വാക്കാണ്, വിധേയത്തോടെ പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, ദൈവത്തിന് ഹിതം എന്നിൽ നിറവേറട്ടെ. പ്രിയ സഹോദരങ്ങളെ, കന്യകയായ മറിയത്തിൻ്റെ പക്കലേക്ക് ദേവദൂതൻ വന്ന് പറയുന്ന വാക്കുകൾ കേട്ട് അവൾ അസ്വസ്ഥപ്പെടുന്നുണ്ട്. പുരുഷനെ അറിയാതെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അല്ലാതെ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ
അവൾ ഗർഭം ധരിക്കും എന്ന് പറയുമ്പോൾ അവൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെട്ടില്ല, ജനം വിധിക്കുന്ന വിധിയെക്കുറിച്ച് ചിന്തിച്ചില്ല. ദൈവത്തിൻ്റെ വാക്കാനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവൾ ദൈവസന്നിധിയിൽ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വിധേയയായി. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നോട് സംഭവിക്കട്ടെ എന്ന് അവൾ ഏറ്റുപറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവാക്കുകൾ, ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഫലമണിയുവാൻ വേണ്ടി പ്രത്യേകമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തിരുക്കുമാരസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.